യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത. ശ്രീജി ബാലകൃഷ്ണൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ശ്രീജി ബാലകൃഷ്ണൻ 9 വർഷം മുമ്പ് സംവിധാനം ചെയ്യുകയും സതീഷ് രാമകൃഷ്ണൻ രചന നിർവഹിക്കുകയും ചെയ്ത ബോംബ് വീണ്ടും ശ്രീജി ബാലകൃഷ്ണൻ്റെ സിനിമയിൽ അസോസിയേറ്റായിട്ട് ചെയ്തിട്ടുള്ള ചന്ദ്രനും പോലീസും എന്ന സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന അഖിൽ ആനന്ദാണ് ഈ നാടകം തൻ്റെ ഗുരുനാഥന് വേണ്ടി വീണ്ടും ഇവിടെ അവതരിപ്പിക്കുന്നത്. അതൊരു സൗഹൃദ ടീമാണ്. തീർച്ചയായും ഈ ടീമിനെ ക്ഷണിക്കുക. ഇന്നുവരെ കാണാത്ത കാഴ്ചകളും കേൾവികളുമാണ് ആധുനിക ലോകത്ത് കണ്ടുവരുന്നത്. ജനിച്ചതും വളർന്നൊക്കെ ഒരു അനാഥാശ്രമത്തിലാണ്. ഈ ഉമ്മ എന്ന് പറയുന്നത് സിനിമയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സ്നേഹത്തോട് രണ്ടുമ്മ കിട്ടിയ ഞാൻ ഒന്ന് സന്തോഷത്തോടെ പോയിരുന്നു. ചേച്ചി ചേച്ചി നമ്മൾ തമ്മിലായാലോ? ഉമ്മ കണ്ട, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഉണ്ട് ഈ വർണ്ണവർഗമൊക്കെ. തീർച്ചയായും പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രമേ സമയമുള്ളൂ. ഉത്തരങ്ങൾ കണ്ടെത്താൻ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അങ്കിൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് 2 ഉമ്മ കിട്ടുമെന്ന് അറിയാൻ വന്നതാ. ഓ, അപ്പൊ അങ്കിൾക്ക് വേണല്ലേ ഉമ്മ? എന്റെ വീട്ടില് പട്ടിക്ക് കൊടുക്കുന്ന ഉമ്മ പോലും എനിക്ക് കിട്ടാറില്ല. 2 ഉമ്മ കിട്ടിയ സന്തോഷമായി പോവായിരുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന ഈ ചിത്രം ഈ സമൂഹത്തിൻ്റെതാണ്. വിപ്ലവം തുടങ്ങാൻ ഇനി കേവലം നിമിഷങ്ങൾ മാത്രം. എല്ലാവരും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. അയ്യോ, ഈ കാണുന്നവരൊക്കെ TV-ക്കാരും പത്രക്കാരും മുമ്പത്ത് വെച്ച് വേറെ ഷോ കാണിക്കാൻ വന്നിട്ടുള്ളവരാണ്. നിങ്ങൾക്ക് ഞാൻ അച്ഛാന്ന് വിളിച്ച് സ്നേഹത്തോട് ഉമ്മയട്ടെ. നീ എന്താ വിളിച്ച് അച്ഛാന്നോ? വർഷങ്ങളായി എന്റെ മക്കള് പോലും എന്നെ അച്ഛാന്ന് വിളിക്കാറില്ല. വാടാ, ഞാൻ നിനക്ക് ഉമ്മ തരാം. പാഠം 2 പോലീസ് സ്റ്റേഷൻ. പാഠം 2 പോലീസ് സ്റ്റേഷൻ. ഒരു പരാതിക്കാരി വന്നു. സർ, എന്നെ എന്റെ സ്വന്തം സ്ഥലത്ത് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല സർ. ജീവിക്കാൻ സമ്മതിക്കുന്നില്ല? ഒരു പരാതി ചെയ്താ എന്റെ അച്ഛന്റെ പേര് പറയും. എന്റെ അച്ഛന്റെ അമ്മയുടെ പേര് ഒന്നാണ് സർ. അച്ഛന്റെ അമ്മയുടെ പേര് ഒന്നാണെന്ന്? ആ പേര് പറയും. കാനായി കുഞ്ഞിരാമൻ. കാനായി? സാറേ, ഈ പേര് എവിടെയോ കേട്ടതുപോലെ ഉണ്ട്. കാനായി എങ്കിൽ കാനായി പറയും. എവിടെ സ്ഥലം? മലമ്പുഴ. മലമ്പുഴ എവിടെ?
ഗാർഡൻ അകത്താണ് സാറേ എന്റെ താമസം. ഗാർഡനകത്ത ആ എന്താ ആള് നിന്റെ പേര്? സാർ, എന്നെ എല്ലാവരും യക്ഷി എന്നാണ് വിളിക്കുന്നത്. യക്ഷിയാ? ആ എന്താണ് വട്ടാണ്? ഒറ്റ കേസ് വല്ലതും യക്ഷിയാ? മലമ്പുഴ യക്ഷി. നിന്റെ പോലീസുകാർ പൊട്ടമരാക്കാണോ? സംശയം ഉണ്ടെങ്കിൽ അന്വേഷിക്കും സാറേ. ഗാർഡനിലേക്ക് വിളിച്ചു നോക്കി. സാറേ അന്വേഷിക്കും സാറേ, ഇപ്പൊ തന്നെ അന്വേഷിക്കും. ഹലോ, ഇത് ഗാർഡൻ ഓഫീസല്ലേ? എടാ ഇത് സ്റ്റേഷൻ എസ് ചെയ്യാം. എടാ അവിടെ ഗാർഡനകത്തെ അവിടെ യക്ഷിയുണ്ട് ഇപ്പം. രാവിലെ മുതൽ കാണുന്നില്ലെന്നോ? ശരി ശരി ശരി, ഞാൻ വിളിക്കാം. എടാ രാവിലെ മുതൽ കാണുന്നില്ലെന്ന്. സാറേ അങ്ങനെ നീങ്ങി നിൽക്ക്. സാർ അങ്ങനത്തെ നീങ്ങി നിൽക്കുന്നേ. പേടിക്കണ്ട സാറേ, ശരി, ശരി. ഞാനൊരു പരാതി തരാൻ വന്നതല്ലേ. ആ ശരി ശരി, അങ്ങോട്ട് നീങ്ങ്. ആ ഒരു മിനിറ്റ് നീങ്ങുന്നേ. ആ പറഞ്ഞോ പറഞ്ഞോ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു തിങ്കളാഴ്ചയായിരുന്നു എൻ്റെ ജനനം. എൻ്റെ അച്ഛനും അമ്മയും സൃഷ്ടാവുമായ കാനായി കുഞ്ഞിരാമൻ എന്നെ മലമ്പുഴയിലാക്കിയിട്ട് പോയി. പിന്നീട് അവിടെയായിരുന്നു എൻ്റെ ജീവിതം. എൻ്റെ ബാല്യം എന്ത് രസകരമായിരുന്നു എന്നറിയോ? ദിവസവും കളിക്കാനും കൂട്ടുകൂടാനും പുതിയ 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 കൂട്ടുകാർ. എന്ത് സന്തോഷമായിരുന്നു. അങ്ങനെ സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോഴാണ് എൻ്റെ വില്ലനായി അവൻ വന്നത്. മൊബൈൽ ഫോൺ. പിന്നെ എന്താ ഉണ്ടായിന്നറിയോ? എന്ത് സ്ട്രക്ചറാണ് അത്? പിന്നെ നമുക്കൊരു സെൽഫി കൂടെ എടുക്കാം. അവര് കണ്ട് കാണുന്നത് വേണ്ട 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 വേണ്ട. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അന്ന് മുതലാണ് ഞാൻ എൻ്റെ ശരീരത്തെക്കുറിച്ച് ആദ്യമായി ബോധവതിയായത്. അതോടെ എന്നെ ഒരു അരക്ഷിതാവസ്ഥ വേട്ടയാടുകയായിരുന്നു. ഒരു ദിവസം രാത്രി ഗാർഡനൊക്കെ അടച്ച് ഞാനിങ്ങനെ നിലാവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, നിന്റെ കൂടെ കഴിയാനാ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി. മക്കളെ വേണ്ട, മക്കളെ വേണ്ട. ഈ ശരീരത്തിൽ ഒരു മനസ്സില്ല. ഈ ശരീരം കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അതെ, വേണ്ട മക്കളെ. അല്ലായാലെന്ത് മണ്ണായാലെന്ത്, ഞങ്ങൾക്കൊരു രൂപം മതിയടി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ സ്ത്രീയായി ജീവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്. സ്ത്രീയുടെ ശരീരം കാണുന്നവന്റെ കണ്ണിലാണെന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. രൂപം പോലും വേണമെന്നില്ല, സ്ത്രീയാണെന്ന തോന്നലുണ്ടായാൽ മാത്രം മതി. സാറേ, എനിക്കിവിടെ ജീവിക്കണം. എനിക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കണം സാറേ. അതാണ് എന്റെ പരാതി. പാഠം 3 ബോംബ്. ബോംബ്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത. ബോംബ് ഭീഷണി മുഴക്കി പാലക്കാട് നഗരത്തെ
ഇവനാണ് നഗരത്തിൽ ബോംബ് വെച്ചവൻ. നീയാണോ ബോംബ് വെച്ചത്? അതെ സാറേ, ഞാനാണ് ബോംബ് വെച്ചത്. ഉള്ളതുപോലെ സത്യമായിട്ട് പറഞ്ഞോ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ തീവ്രവാദി നിയമപ്രകാരം കേസെടുത്ത പിന്നെ നീ പുറലോകം കാണില്ല. സാർ കേസെടുത്തോ സാറേ, എന്നെ പിടിച്ച് അകത്തിട്ടോ, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല സാറേ, അതുകൊണ്ടാണ് ഞാൻ ബോംബ് വെച്ചത്. എന്താണ് സാറേ സത്യമാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പിച്ചുമ്മയെ അല്ല പറയുന്നത് സാറേ. സാറേ വളരെ ചെറുപ്പത്തിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. എനിക്ക് ആകെയുള്ളത് ഒരു മോളാണ്. അവളിങ്ങനെ വളരും തോറും എൻ്റെ ഉറക്കം നഷ്ടപ്പെടുകയാണ് സാറേ. എനിക്ക് പേടിയാവുകയാണ് സാറേ. ഇവിടുത്തെ ഈ സാമൂഹിക അന്തരീക്ഷം ഉണ്ടല്ലോ, അത് മാറണം സാറേ. പെൺമക്കളുള്ള ഓരോ അച്ഛനമ്മമാർക്കും ഇവിടെ മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റണം. അതിന് ഈ അവസ്ഥ മാറിയേ പറ്റുള്ളൂ. ഇതൊക്കെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് സാറേ ഞാൻ ബോംബ് വെച്ചത്. സാറേ എനിക്കൊന്ന് ഉറങ്ങണം, മനസ്സമാധാനത്തോടെ മനസ്സമാധാനം എനിക്കൊന്ന് ഉറങ്ങണം. എനിക്ക് ഉറങ്ങണം, എനിക്ക് ജീവിക്കണം. എനിക്ക് സ്നേഹം വേണം, എനിക്ക് 2 ഉമ്മ വേണം. ദേ ഇത് പെൺകുഞ്ഞാണ് കേട്ടാ. അവൾ കളിക്കുന്നുണ്ട്. അവൾ കളിക്കുക മാത്രല്ല പിന്നെ സംസാരിക്കുകയും ചെയ്യും. ആണോ? എന്താ പറയണേ? അവൾ ചോദിക്കുകയാണ്, ഈ ലോകത്തേക്ക് വന്നാൽ ഇവിടെ മുത്തശ്ശനുണ്ട്, കൊച്ചച്ഛനുണ്ട്, അടുത്ത വീട്ടിലെ അങ്കിളുണ്ട്, ക്ഷേത്രത്തിൽ പോയാലോ പൂജാരിയുണ്ട്, പള്ളിയിൽ പോയാലോ മുക്രിയുണ്ട്, ചർച്ചിൽ പോയാലോ വികാരിയുണ്ട്. അവൾ ചോദിക്കുകയാണ്, ഈ ലോകത്തേക്ക് വരണോ വേണ്ടയോ? ഈ ലോകത്തേക്ക് വരണോ വേണ്ടയോ? നന്ദനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇതിൽ അഭിനയിച്ച ആളുകൾ, ഇതിൻ്റെ സംവിധായകനാണ് അഖിൽ ആനന്ദ്. ശ്രീജി ബാലകൃഷ്ണൻ്റെ ചന്ദ്രനും പോലീസും എന്ന സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന സിനിമയായിരുന്നു. ഈ 9 വർഷം മുൻപ് ഈ നാടകം എഴുതുമ്പോൾ രചിച്ചത് സതീഷ് രാമകൃഷ്ണനാണ്. അതുകൊണ്ട് കഴിഞ്ഞ നാടകങ്ങളെല്ലാം തന്നെ സംവിധാനമൊക്കെ നിർവഹിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ അഭിനേതാക്കളെ വീണ്ടും ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ജോജു ജാസ് ACBയുടെ ബ്യൂറോ ചീഫാണ്. ജോജു ജാസ്. കവിത മേനോൻ മഹിളാ മോർച്ചയുടെ ജില്ലാ പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ ലതാ മോഹൻ പ്രമുഖ അഭിനേത്രിയാണ്. മോഹനൻ സിദ്ധാർത്ഥിനി, സനൂപ് കൃഷ്ണ LJP എന്ന് പറയുന്ന രാംവിലാസ് പസ്വാൻ്റെ ദേശീയ നേതാവാണ് അദ്ദേഹം. സുമേഷ് ദേവദാസൻ, ഗോപാലകൃഷ്ണൻ, സോനാക്ഷി, യമിന, പ്രണവ് കൃഷ്ണ, പ്രിയ, അർഹ, അദിക് കൃഷ്ണ, ഉമേഷ് നായർ എന്നിവരാണ് ഈ നാടകത്തിൽ വേഷമിട്ടത്. തീർച്ചയായും ഈ നാടകത്തിൽ അഭിനയിച്ച ടീമിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ആദരിക്കാൻ പ്രിയപ്പെട്ട നന്ദജൻ, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സംവിധായകൻ നന്ദജനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്.